യെസ്, പോർച്ചുഗൽ കപ്പ് തൂക്കിയിരിക്കുകയാണ് ഗൈസ്. അണ്ണൻ ട്രോഫി ഉയർത്തി ഗൈസ്. 2025 യുവേഫ നാഷണൽസ് ലീഗിന്റെ ചാമ്പ്യന്മാരായി പോർച്ചുഗൽ മാറുമ്പോൾ അവരുടെ നായകൻ നമ്മുടെ സ്വന്തം CR7 ആദ്യത്തെ തവണ എങ്ങനെയാണോ കപ്പ് ഉയർത്തിയത് അതുപോലെ തന്നെ ട്രോഫി ഏറ്റുവാങ്ങി തന്റെ ചുമലിൽ ചുമന്ന് സാധാരണങ്ങളുടെ ഇടയിലേക്ക് നടന്നുപോയി. യെസ്, 40-കാരനായ CR7 എന്താലേ ഈക്വലൈസർ ഗോളൊക്കെ അടിച്ച് തന്റെ ടീമിനെ 3ാമത്തെ ഇന്റർനാഷണൽ കിരീടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു കളി തുടങ്ങുന്നതിന്റെ മുന്നേ? സ്പെയിൻ കുക്കഡ് പോർച്ചുഗൽ, ലമീൻ യമാൽ കുക്കഡ് CR7. എന്തേ നിങ്ങൾ യമാലിനൊന്നും കണ്ടില്ല? ന്യൂനോ മെൻഡസ് ചങ്ങായി ലമീൻ യമാലിനെ അനങ്ങാൻ വിട്ടിട്ടില്ല. മൂപ്പരാള് ലമീൻ യമാലിന്റെ മുന്നിൽ കിടന്നിട്ടാണ് ഡ്രിബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫസ്റ്റില് വന്ന ഗോള് അത് പോർച്ചുഗലിന് കൊടുത്ത ഒരു ഊർജം അത് ചെറുതൊന്നുമല്ല. എന്തായാലും ഹാറ്റ്സ് ഓഫ് മെൻഡസ്, ഹാറ്റ്സ് ഓഫ് ദ കിങ് റോണോ, ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അപ്പൊ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ലമീനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. റൊണാൾഡോ പറഞ്ഞ പോലെ തന്നെ അവന് ഒരുപാട് വളരാനുണ്ട്. ഒരുപാട് ടാലന്റ് ഉള്ള പ്ലെയറാണ്. കൂടുതൽ സമ്മർദ്ദമൊന്നും നമ്മൾ കൊടുക്കണ്ട. അണ്ണം പറഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കും. പക്ഷെ വെല്ലുവിളിക്കാം. ആരെയാണ് എന്താണെന്നൊക്കെ ആലോചിച്ച് വെല്ലുവിളിക്കാം. അത്രേ പറയാനുള്ളൂ. എന്തായാലും ദ ചാമ്പ്യൻസ് പോർച്ചുഗൽ.